അലബാമ എന്ന സംസ്ഥാനത്ത് വാൾട്ടർ കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി താമസിച്ചിരുന്നു. സൈനിക സേവനമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. 2005 കത്രീന എന്ന് പറയുന്ന കൊടുങ്കാറ്റ് അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടു. മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ അമ്മയോടൊപ്പം വാടകയ്ക്കാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. വലിയൊരു ആഗ്രഹം, ഒരു സ്വപ്നം അദ്ദേഹത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. ആയതിനാൽ അദ്ദേഹം ഡിഗ്രി പഠനത്തിന് ചേർന്നു. ഒരു പാർട്ട് ടൈം ജോലി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഡിഗ്രി പഠനത്തിനുള്ള പൈസയൊക്കെ സമ്പാദിച്ചത്. പല ജോലികൾക്കും അദ്ദേഹം അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിന് ലഭിച്ചത് താൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 32 കിലോമീറ്റർ അകലെ പെൽഹാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മാനസികമായി ഒരുങ്ങി. 2 ദിവസത്തിനുള്ളിൽ യാത്രയാവണം. തലേ ദിവസം തൻ്റെ കാറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കാറ് വർക്ക് ചെയ്യുന്നില്ല, മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ഒരു മാർഗവുമില്ല. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. നേരത്തെ ഭക്ഷണം കഴിച്ച് 4 മണിക്കൂർ മാത്രം ഉറങ്ങി അതിരാവിലെ എഴുന്നേറ്റു. ഈ 32 കിലോമീറ്റർ ദീർഘദൂരം ഇദ്ദേഹം നടക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഏകദേശം 20-22 കിലോമീറ്റർ അദ്ദേഹം നടന്നു. അദ്ദേഹം അവശനായി ഒരു വഴിയരികിൽ ഇരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും വേദനകളും മനസ്സിലാക്കി ഇദ്ദേഹം ജോലി ചെയ്യാൻ ഏറ്റെടുത്ത സ്ഥലത്ത് രാവിലെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോൾ ആ കമ്പനി മാനേജർ ആ ദിവസം മുഴുവൻ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഈ വാൾട്ടർ കാർ റെസ്റ്റ് എടുത്തില്ല. അന്ന് രാവിലെ 8 മണിക്ക് തന്നെ അദ്ദേഹം ജോലിക്ക് കയറി. ജോലിയോടുള്ള ഒരു സ്നേഹം, ചെയ്യാനുള്ള ഒരു താല്പര്യം, ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ മാനേജരെ കൂടുതൽ ആകർഷിച്ചു. വാൾട്ടർ കാറിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വാർത്ത കൊടുത്തു. ധാരാളം പേര് സഹായഹസ്തവുമായി വന്നു. $1,00,000 ലഭിച്ചു. അത് ഈ വാൾട്ടർ കാറിന് കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അതിൻ്റെ അകത്തു നിന്നും ഏകദേശം $25,000 കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായിട്ട് നീക്കിവെച്ചു. ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയി. അവസാനം കമ്പനിയിൽ നിന്നും തിരിച്ചു പോകുന്നതിന് മുൻപ് തന്നെ ആ കമ്പനി മാനേജർ തൻ്റെ കാറ് ഈ വാൾട്ടർ കാറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുമൊക്കെ നമുക്കൊക്കെ നിറമാർന്ന സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഈ വാൾട്ടർ കാറിനെ പോലെ ഒരു അജീയമായ ഇച്ഛാശക്തിയും ജീവിതത്തെ നേരിടുവാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ജോഷുവ 1:9 നീ ശക്തനും ധീരനുമായിരിക്കണം. ഒരിക്കലും പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായ ഞാൻ കൂടെ ഉണ്ടായിരിക്കും.